ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIൻ്റെ ചാറ്റ് ബോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. എന്നാൽ മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാവുള്ളൂ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ബേസിക് വാട്സപ്പ് ചാറ്റ് ബോട്ടിൻ്റെ ഒരു വർക്ക് ഫ്ലോ ആണ് ഞാനിവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ കസ്റ്റമർ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ അപ്പോൾ തന്നെ അവർക്കൊരു വെൽക്കം മെസ്സേജ് വരും. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും എന്ത് മെനു ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. തൊട്ട് താഴെ മെനുവിൽ സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട്, DLT സപ്പോർട്ട്, സോഷ്യൽ ലിങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മെനൂസ് ചോദിക്കുന്നു. ഇപ്പോൾ ഒരാൾ സെയിൽസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ തൊട്ട് താഴെ പ്രോഡക്ട്സ് വരികയാണ്. SMS, വാട്സപ്പ്, ഇമെയിൽ, IVR. ഇത് കറൻ്റ്ലി മോപ്ലെറ്റിൻ്റെ പ്രോഡക്ട്സ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ SMS ആണ് കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ തൊട്ട് താഴെ എത്രയുടെ പാക്കേജാണ് 25,000 SMS, 50,000 SMS, 1 lakh SMS, 5 lakh SMS പാക്കേജ് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് 25,000 SMSൻ്റെ പാക്കേജിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരെ പാക്കേജിൻ്റെ ഇൻഫർമേഷനിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇത് കറൻ്റ്ലി നമ്മുടെ മോപ്ലെറ്റിൻ്റെ ഇൻ്റർഫേസിലൊന്ന് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ പുതുതായിട്ട് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എ ബോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബോട്ടിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കുകയാണ്. ഡെമോ ബോട്ട് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ആഡ് കൊടുത്തു. ഇവിടെ നമ്മൾ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബ്ലാങ്ക് ടെംപ്ലേറ്റ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ബോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബോട്ടിൻ്റെ പുതിയതായിട്ടുള്ള ഒരു തിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ബിൽഡറിലാണ് നമ്മൾ ബോട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറൻ്റ്ലി ഒരു ഡിഫോൾട്ടായിട്ട് വെൽക്കം മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ജസ്റ്റ് ഇപ്പോൾ കറൻ്റ്ലി ഇതിലുള്ളതെല്ലാം ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് സോ ഡിലീറ്റ് ചെയ്തു. ഇതിൽ പുതിയതായിട്ട് ഒരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്യണം. വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നോഡ്സാണ്. അപ്പോൾ ആഡ് നോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്ക് കുറേ നോഡുകൾ കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ ഇൻഫോ നോഡിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെൻഡ് മെസ്സേജ്, ഒരു മെസ്സേജാണ് പോകേണ്ടത്. സോ അതിന് തന്നെ നമ്മളിവിടെ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള നോഡ് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു വെൽക്കം മെസ്സേജ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം. ഇവിടെ ഞാനൊരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ വെൽക്കം ടു മോപ്ലെറ്റ് എന്നുള്ളത് മാത്രം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ആക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ലിങ്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വല്ല സ്മൈലീസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ഇവിടെ സ്മൈലീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽക്കം മെസ്സേജ് ആയത് കാരണം ഒരു വേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്മൈലി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ ആഫ്റ്റർ ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. വെൽക്കം മെസ്സേജ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു മെനു ആണ്. വെൽക്കം മെസ്സേജിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മെനു വേണം. അതിനായിട്ട് ഞാനിവിടെ ആഡ് പാത്തിൽ എല്ലാ പാത്തും സെപ്പറേറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇത് വേറെ ആരെങ്കിലും വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാം സെപ്പറേറ്റ് പാത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് പാത്ത് എന്ന് കൊടുത്തു. ഇവിടെ മെനു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം കൊടുത്ത് ഇവിടെ പുതിയതായിട്ട് ഒരു പാത്ത് അല്ലെങ്കിൽ ഫോൾഡർ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു വെച്ചാൽ ഈ നോഡ് ഓപ്പൺ ആവും. നോഡിൽ കുറച്ച് താഴെ വരികയാണെങ്കിൽ ട്രിഗർ എ പാത്ത്, നമുക്ക് മറ്റിലേക്ക് ട്രിഗർ ചെയ്യാൻ ട്രിഗർ എ പാത്ത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ മെനു എന്ന് പറഞ്ഞിട്ടുള്ള നെയിം സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെൽക്കം മെസ്സേജ് വന്നതും മെനുവിലേക്ക് ട്രിഗർ ചെയ്യും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് മെനു ആണ്. മെനു നമുക്ക് ഇങ്ങനെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് മെനു എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നേരെ മെനുവിൻ്റെ ഉള്ളിലേക്കായിരിക്കും കയറി വരിക. ഇനി മെനുവിൻ്റെ ഉള്ളിലാണ് ഇനി അടുത്ത വർക്ക് വരുന്നത്. അടുത്തത് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെനുവിൽ സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട്, DLT സപ്പോർട്ട് ആൻഡ് സോഷ്യൽ ലിങ്ക്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസാണ് മെനുവിൽ വരേണ്ടത്. സോ നമുക്കതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ആഡ് നോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ നോഡ് ആഡ് ചെയ്യാണ്. ഇതിൽ സെൻഡ് മെസ്സേജ് വിത്ത് ഓപ്ഷൻസ്, മെനു ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെൻഡ് മെസ്സേജ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. സെലക്ട് ദ ഓപ്ഷൻ ബിലോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു മെസ്സേജ് കൊടുത്തു. അതിന് ജസ്റ്റ് ഒരു സ്മൈലി ആരോ നമ്മളിവിടെ ഇട്ട് കൊടുത്തു. തൊട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഓപ്ഷൻ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ ടൈറ്റിൽ നമ്മൾ ഫസ്റ്റ് വൺ എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെയിൽസ് ആണ്, പിന്നെ കസ്റ്റമർ സപ്പോർട്ടാണ്, പിന്നെ DLT ആണ്. അപ്പോൾ ഫസ്റ്റത്തെ
സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തു. രണ്ടാമത്തെ ഓപ്ഷൻ കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ DLT സപ്പോർട്ടാണ്. നാലാമത്തെ ഓപ്ഷൻ സോഷ്യൽ ലിങ്ക്സ് ആണ്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസ് കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രയൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വെൽക്കം ന്യൂ യൂസറിൽ പോകാം. ഇവിടെ ജസ്റ്റ് ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ടെസ്റ്റ് പാത്ത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ എങ്ങനെയാണ് മെസ്സേജസ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം വെൽക്കം മെസ്സേജ് വന്നു. സെലക്ട് ഓപ്ഷൻ ബിലോ കണ്ടോ, ഇവിടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരത്തില്ല. എന്താ പറഞ്ഞാൽ വെച്ചാൽ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും പോവാണ്, മെനൂസിലേക്ക് പോയി ഇവിടെ മെനൂസ് എടുത്തു. ഇനി നമുക്ക് ഈ സെയിൽസിനും കസ്റ്റമർ സപ്പോർട്ടിനും DLT സപ്പോർട്ടിനും സോഷ്യൽ ലിങ്ക്സിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്ത് ബിൽഡ് ചെയ്തിടണം. അപ്പോൾ ഞാനിവിടെ പാത്ത് ബിൽഡ് ചെയ്യാണ്. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അടുത്തത് കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടു. DLT സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അടുത്തത് സോഷ്യൽ ലിങ്ക്സ് ആണ്. ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ട പാത്ത് നമ്മൾ ബിൽഡ് ചെയ്തു. ഇവിടെ ഓർഡറൊക്കെ മാറിക്കിടക്കുന്നുണ്ടാകും, പക്ഷേ അത് വിഷയമല്ല. ഇവിടെ സെയിൽസിൽ നമ്മൾ ട്രിഗർ ചെയ്യണം. ഇനി ഓരോന്നിനും ട്രിഗർ ചെയ്യണം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത ഓപ്ഷൻ ഏതിലേക്കാണോ പോകേണ്ടത് അതിലേക്ക് ട്രിഗർ ചെയ്ത് കൊടുക്കണം. സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസിൻ്റെ മെനുവിലേക്ക് പോകണം. സോ ഞാനിതിനെ ട്രിഗർ ചെയ്യണം. ട്രിഗറിന് കൊടുത്തു. ഇവിടെ സെയിൽസ് ചൂസ് ചെയ്തു. ഇവിടെ ട്രിഗർ പാത്ത് നമുക്ക് സെയിൽസ് ആക്കി വെച്ചു. ഇവിടെ പാത്തിന് വേണമെങ്കിൽ നെയിം കൊടുക്കാം കേട്ടോ. മേലെ ഇവിടെ ട്രിഗർ പാത്ത് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നെയിം വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്. ഇവിടെ കസ്റ്റമർ സപ്പോർട്ടാണ് ഇനി അടുത്തത് ചെയ്യുന്ന ട്രിഗർ. കസ്റ്റമർ സപ്പോർട്ട് കോപ്പി ചെയ്തു. അടുത്തത് DLT സപ്പോർട്ടാണ്. DLT സപ്പോർട്ട്. ദെൻ ഫൈനലി സോഷ്യൽ ലിങ്ക്സ് ആണ്. ഇവിടെ ട്രിഗറിന് ടൈപ്പ് ചെയ്താലും വരും കേട്ടോ, സോഷ്യൽ ലിങ്ക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രിഗർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ പാത്ത് ഇല്ലെങ്കിൽ നമുക്ക് ട്രിഗർ ചെയ്യൽ എളുപ്പമല്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് സെയിൽസിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി നമ്മുടെ ചാർട്ടിൽ നോക്കാം സെയിൽസിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് വേണ്ടതെന്നുള്ളത്. സെയിൽസ് നോക്കുമ്പോൾ SMS, വാട്സപ്പ്, ഇമെയിൽ, IVR എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 4 ഓപ്ഷനാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ മെനൂസാണ് സെറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ ആഡ് കൊടുത്തു. ഇവിടെ ഒരു ഇമേജ് കൊടുക്കുകയാണ്. ഇവിടെ സെലക്ട് ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഇമേജ് നമ്മളിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുത്തു. ഇമേജ് ചൂസായി. ഇവിടെ ആൾട്ട് ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ ആഫ്റ്റർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ സെയിൽസിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് വന്നു. ഈ ഇമേജിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് സെയിൽസിൻ്റെ മെനു വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്തിട്ട് തന്നെ പോകേണ്ടത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ താഴെയാണ് കൊടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോഡ് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ സെപ്പറേറ്റ് നോഡ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മെസ്സേജ് ആയിട്ട് സെലക്ട് സർവീസ് ബിലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ SMS ആണ് നമ്മുടെ പ്രോഡക്റ്റ്, SMS. രണ്ടാമത്തത് വാട്സാപ്പ്. മൂന്നാമത് IVR. നാലാമത് ഇമെയിൽ. സേവ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതായത് ഇമേജും വരണം, അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷനും വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് പോലെ ജസ്റ്റ് ഒരു വര ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാച്ചായി കിട്ടും. ഇനി SMS-നും വാട്സപ്പിനും IVR-നും ഇമെയിലിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പാത്ത് കൊടുക്കാം. SMS, ഇമെയിൽ,
വാട്സാപ്പ്, IVR. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഓരോ പാത്ത് കൊടുത്തു. സെയിൽസിൽ പോയതിന് ശേഷം ഇതിനെ റീഡയറക്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ട്രിഗർ TR എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രിഗർ വരും. ഇവിടെ SMS-നാണ് ആദ്യം പാത്ത് സെറ്റ് ചെയ്യുന്നത്. ദെൻ വാട്സപ്പിന് ട്രിഗർ ചെയ്യാം. അടുത്തത് IVR-ലെ ട്രിഗർ ചെയ്യാം. അടുത്തത് ഇമെയിലിന് ട്രിഗർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ട്രിഗർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്കിത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെൽക്കം ന്യൂ യൂസറിൽ പോകണം. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ ഞാൻ സെയിൽസാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, സെയിൽസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരും. തൊട്ട് താഴെ സെലക്ട് ദ സർവീസ് ബിലോ. ഇവിടെ SMS ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷനാണ് വരിക. അപ്പോൾ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല, അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വരാം. അപ്പോൾ നമ്മളിനി SMS-ലേക്കാണ് പോകുന്നത്. SMS-ൻ്റെ ഉള്ളിൽ നമുക്ക് പാക്കേജാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പാക്കേജസ് നമുക്ക് മെനു ആയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കെറോസിൽ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ SMS പാക്കേജ് ഞാൻ ഒരു 2 പാക്കേജാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 2 മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ കെറോസിലും വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വീണ്ടും മെനൂസ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് മെനു എന്ന് കൊടുത്തു. ഇവിടെ സെലക്ട് SMS പാക്കേജ് ബിലോ. സെലക്ട് SMS പാക്കേജ് ബിലോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മെസ്സേജ് കൊടുത്തു. ഇവിടെ നമുക്ക് 25,000 SMS തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 25K SMS, 50K SMS, 1 lakh SMS. അങ്ങനെ ഞാനിപ്പോൾ കറൻറ്റ്ലി 3 കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് 3 കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് SMS വന്നു. ഇനി ഇതിൽ ഓരോന്നിനും ഒന്നിലെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഓരോ പാക്കേജ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും 25K SMS പറഞ്ഞിട്ട് പാത്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കറൻറ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കെറോസിൽ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടെ ആഡ് നോഡിൽ കെറോസിലിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു SMS പാക്കേജിൻ്റെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 25K SMS ആണ് വരുന്നത്. അവിടെ ഞാൻ ആഡ് ഇമേജ് കൊടുത്തു. ഇവിടെ നമുക്ക് ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് കൊടുക്കാം. ഇമേജ് വെക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാനാണ് ഇമേജ് വെക്കുന്നത്. ഇമേജ് വെച്ചു. ഇവിടെ ഓൾട്ട് ടെക്സ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് കൊടുക്കാം. ഇവിടെ ഹെഡിങ് 25K SMS പാക്കേജ്. ഇവിടെ 25K SMS പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഹെഡിങ് കൊടുത്തു. 25K SMS-ൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. SMS-ൻ്റെ പ്രൈസ് നമ്മൾ ബോൾഡ് ചെയ്യാണ്. പിന്നെ 1 year വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ബോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി തൊട്ട് താഴെ നമ്മൾക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ട്. പേയ്മെൻറ്റ് ലിങ്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ലിങ്ക് വെച്ചാൽ ഓട്ടോമാറ്റിക് ലിങ്കായിട്ട് തന്നെ വരിക. അതിന് തൊട്ട് താഴെ നമുക്ക് നമ്മളെ കോൾ ചെയ്യണമെങ്കിൽ കോൾ ബട്ടൺ നമുക്ക് വെക്കാൻ പറ്റും. ആഡ് ബട്ടൺ എന്ന് കൊടുക്കാം. ഇവിടെ കോൾ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കൺട്രി കോഡ് ഇവിടെ കൊടുക്കണം. ദെൻ ആഫ്റ്റർ സേവ് കൊടുക്കാം. ഇനി തൊട്ട് താഴെ നമുക്ക് ബാക്ക് ബട്ടൺ വെക്കണം അല്ലേ, അതായത് ഇതിന് മുന്നിലത്തെ മെനുവിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ബട്ടൺ വെക്കണം. പ്രീവിയസ് മെനുവിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് ബാക്ക് ടു പ്രീവിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമ്മൾ വെച്ചു. ഇത് ട്രിഗർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മെയിൻ മെനു എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണും കൂടെ നമ്മളിവിടെ വെച്ച് കൊടുത്തു. ദെൻ ആഫ്റ്റർ ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 25,000 SMS-ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ കോൾ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടു പ്രീവിയസും അതുപോലെ തന്നെ മെയിൻ മെനുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രിഗർ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രിഗർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പ്രീവിയസ് മെനു ഏതാണ്, സെയിൽസ് ആണ് ഇതിൻ്റെ പ്രീവിയസ് മെനു. അതേപോലെ തന്നെ മെയിൻ മെനു എന്ന് പറഞ്ഞാൽ മെനു ആണ് ഇതിൻ്റെ മെയിൻ മെനു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാക്ക് ടു പ്രീവിയസ് സെയിൽസ്
സെയിൽസ് എന്ന് പറഞ്ഞിട്ട് മെനുവിലേക്ക് ഞാൻ ട്രിഗർ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ മെയിൻ മെനു എവിടേക്കാണ് ട്രിഗർ ചെയ്യുന്നത്? മെനുവിലേക്ക് തന്നെയാണ്. മെനുവാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ മെനുവിലേക്ക് നമ്മൾ ട്രിഗർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വെൽക്കം ന്യൂ യൂസറിൽ വന്നു. ജസ്റ്റ് ഇവിടെ ആഡ് പാത്ത് എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ സെയിൽസ് നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പോൾ സെയിൽസ് ഓപ്ഷൻ വന്നു. ഇത് നമ്മൾ SMS ആണ് ചൂസ് ചെയ്യുന്നത്. SMS ചൂസ് ചെയ്തു. 25K SMS എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതിൽ ഞാൻ 25K SMS കൊടുത്തു. അപ്പോൾ 25K SMS ജസ്റ്റ് ഇവിടെ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. ഇതുപോലെ ഇൻഫർമേഷൻ വന്നു. കോൾ ബട്ടൺ ഉണ്ട്. ബാക്ക് ടു പ്രീവിയസ് മെയിൻ മെനു. ബാക്ക് ടു പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരും. ക്ലിയർ അല്ലേ? ഇവിടെയും നമുക്കൊരു മെനു കൊടുക്കണം, കണ്ടോ. ഇവിടെ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾക്ക് മെയിൻ മെനുവിലേക്ക് പോകാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് വീണ്ടും ഇവിടെ വന്നു. നമ്മൾക്ക് സെയിൽസ് എന്നാണ് മെയിൻ മെനുവിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ സെയിൽസിൽ നമുക്ക് ഇവിടെ ഒരു ബാക്ക് ബട്ടണും കൂടെ വെക്കാം. സോ ഇവിടെ എഡിറ്റ് കൊടുത്തു. ഏറ്റവും താഴെ നമ്മൾ ആഡ് ന്യൂ എന്നുകൊണ്ട് കൊടുത്തിട്ട് ബാക്ക് ടു മെനു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മെനുവിനെ ജസ്റ്റ് നമുക്കൊന്ന് ട്രിഗർ ചെയ്യാം. ട്രിഗർ കൊടുത്തു. ഇവിടെ മെനുവിലേക്കാണ് ട്രിഗർ ചെയ്യുന്നത്. മെനുവിലേക്ക് ട്രിഗർ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ സെയിൽസ് ചൂസ് ചെയ്ത് കൊടുത്തു. സെയിൽസിൻ്റെ ഓപ്ഷൻ വന്നു. ഇതിൽ SMS ആണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. SMS-ൻ്റെ ഓപ്ഷൻ വന്നു. ഇവിടെ കണ്ടോ ബാക്ക് ബട്ടൺ ഉണ്ട്. SMS-ൻ്റെ ബട്ടൺ ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഏറ്റവും അവസാനം ഇവിടെ കോൾ ചെയ്യണമെങ്കിൽ കോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നേരെ കോൾ വരും. ഇനി ബാക്ക് ടു പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ പ്രീവിയസ് മെനുവിലേക്ക് വന്നു. ഇവിടെയും വേണ്ട, വീണ്ടും മെയിൻ മെനുവിലേക്ക് പോകണമെങ്കിൽ ബാക്ക് ടു മെനു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെനൂസിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താ? സെയിൽസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് നോഡ് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. കെറോസിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇമേജസ് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ഓഡിയോസ്, വീഡിയോസ്, അതുപോലെ തന്നെ റാൻഡം മെസ്സേജസ്, അതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട്, ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാം.